ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. സാധാരണ മാവ് കലക്കിയിട്ടും ദോശമാവ് വെച്ചിട്ടൊക്കെയാണ് പഴംപൊരി റെഡിയാക്കി എടുക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പഴംപൊരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പഴുപ്പുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പഴുത്തിട്ട് കറുത്ത് പോയത് എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പുള്ളത് വേണം എടുക്കാനായിട്ട്. ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തൊലിയൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു അറ്റ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, വേണമെന്നില്ല. ഇനി ഈ ഒരു പീസിനെ മൂന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ തീരെ തിക്നെസ് ഇല്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ടാക്കി എടുത്താൽ മതിയാകും. ഇതുപോലെ ഇത്രയും തിക്നെസ് വേണം. എന്നിട്ട് ഒരു പീസിനെ മൂന്നായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കട്ട് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ വേണം കട്ടാക്കി എടുക്കാനായിട്ട്. ആ ഒരു തിക്നെസ്സും വേണം കിട്ടാൻ. ഇത്രയും തിക്നെസ് വേണം ഒരു പീസിന്. ഇനി മൊത്തത്തിൽ ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ ഒത്തിരി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു തിക്നെസ്സിലൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലൂടെ അങ്ങ് കുത്തി കൊടുക്കുക. ഇത്രയും മതി, നല്ല സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നിങ്ങളെ കയ്യിൽ സ്റ്റിക്കില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇങ്ങനെ സ്റ്റിക്ക് വേണം നിർബന്ധമില്ല. പിന്നെ കുട്ടികൾക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യണത്. എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ തീരെ തിക്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഴം പൊട്ടിയിട്ട് പോകും കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എടുക്കാം കേട്ടോ. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കോൺഫ്ലവറും മൈദക്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പാകത്തെ മധുരമാണ് ഉള്ളത്. ഒത്തിരി മധുരം വേണ്ടേനും എന്നാൽ തീരെ മധുരം കുറഞ്ഞിട്ടുമല്ല എടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മൈദയ്ക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സായിട്ട് കിട്ടും. മൈദയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക, വറുത്തതോ വറുക്കാത്തോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. ഒത്തിരി ലൂസാക്കി എടുക്കരുത്. ഇനി അഥവാ ലൂസായി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് ബ്രെഡ് മിക്സിന് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഒരു മൈദന് മിക്സിൽ നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതിന് മുകളിലൂടെ അങ്ങ് കോരി ഒഴിച്ചാലും മതിയാകും. അപ്പോൾ പെട്ടെന്ന് ഇതിന് മുകളിൽ ഡിപ്പായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഈ ബ്രെഡ് ക്രംസിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല പോലെ ബ്രെഡ് ക്രംസ് കോട്ടായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. നല്ല ഈസിയാണ്, അധികം റിസ്ക് ഒന്നും ഇല്ല ചെയ്തെടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ അതിനായിട്ട് ഇതാ എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നും ഇതേപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പരന്നിട്ടുള്ള ഫ്രൈ പാനിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു പ്രാവശ്യം തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. ഇതായി ഒരു രീതിയിൽ നല്ല പോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. പിന്നെ ഒത്തിരി തീ കൂട്ടി വെച്ചാൽ ഈ ഒരു ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പുറം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതാ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചിട്ടെടുക്കാം. ഇതാ മൊത്തത്തിൽ സ്നാക്സ് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ സ്നാക്സ് ആണിത്. അപ്പോൾ പഴംപൊരിയൊക്കെ കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.